ഇഷാന നീ ചെറുപ്പ് ചെയ്യ. അപ്പൊ നമ്മള് കഴിഞ്ഞോ? കഴിഞ്ഞു പോക്കോ. ഓ ചെല്ലേ. ബൈ ബൈ. ആ പോക്കോ. അപ്പൊ കഴിഞ്ഞു. അപ്പൊ എനിക്ക് എൻ്റെ അറ്റ് എ ടൈം വോയിസ് കൊടുക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു നാളെ എന്തായാലും നോമ്പ് തുറന്നിട്ട് നമുക്കിവിടെ പുതിയ പാർക്കൊക്കെ വന്നിട്ടുണ്ട്, അവിടേക്ക് പോവാം, നല്ല ഫാമിലി പാർക്കാണ്, അങ്ങോട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തപ്പോഴാണ് ആളൊന്ന് സെറ്റായത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ അത്താഴമാണ്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ അത്താഴം എന്ന് പറയണത് സിമ്പിളാണ്. കുറച്ച് ഡേറ്റ്സ്, റേസിൻസ് അതൊക്കെ ഞാൻ സോക്ക് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് പ്രോട്ടീൻ പൗഡറൊക്കെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടവർക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇതൊന്നുമില്ല, ഇതൊന്നും കൂടി കുതിർത്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഗുണം കൂടും എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ വലിയ ഡോക്ടറൊന്നും അല്ലെങ്കിലും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്യാറുണ്ട്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ ഞാനത് സെറ്റാക്കാറുണ്ട്. അപ്പോൾ ഇത് റാഗിപ്പൊടിയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് കൊണ്ടുവരാറുണ്ട്. ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടും തോന്നുന്നു, പക്ഷേ ഞാനങ്ങനെ വാങ്ങിയിട്ടില്ല ഇവിടെ നിന്ന്. ഇത് 2 സ്പൂണല്ല 2 ടേബിൾ സ്പൂണാണ്. ഞാനത് കുറുക്കി വയ്ക്കും കുറച്ച് വെള്ളത്തിൽ. അപ്പോൾ അബിക്കും എനിക്കും ഞങ്ങൾ 2 പേർക്കുള്ള ഒരു പോർഷനാണ്. ഇതൊരുപാട് ചേർത്തിട്ട് നമ്മൾ സ്മൂത്തി ആയാലും അടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് അത്ര നല്ല ടേസ്റ്റൊന്നും അല്ല. എല്ലാവർക്കും അത് ഇഷ്ടമാവില്ല, എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ എന്നാലും അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മളിത് അടിച്ച് മറ്റുള്ള സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ നമുക്ക് ബോറായിട്ട് തോന്നില്ല. അപ്പോൾ പിന്നെ ഞാനിത് അത്താഴത്തിൻ്റെ ടൈമിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരുന്ന് തണുത് ഉറച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ആ പരിപാടി അത്താഴത്തിന് മുൻപ് നമ്മൾ എടുക്കുന്നതിന് മുൻപ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ അത്താഴത്തിന് അത് കുറുകി പിന്നെ ചൂടാറാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതിന് ഡയറക്റ്റ് എടുത്തിട്ട് ഞാൻ സെപ്പറേറ്റ് ആണിത് അടിച്ചെടുക്കുക. കാരണം അബിയുടെ ടേസ്റ്റ് വേറെ, എൻ്റെ ടേസ്റ്റ് വേറെ, അങ്ങനെയാണ്. കാരണം എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറേ കൊക്കോ പൗഡറൊക്കെ അധികം ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുക. അബിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് അത് വേറെ ആയിട്ടാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇതിൽ ബനാന ഇട്ട് അടിക്കും, അതല്ലെങ്കിൽ ഞാൻ ആപ്പിള്, അത് മാറി നമ്മൾക്കിപ്പോൾ 2 ദിവസം ആപ്പിൾ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബോറടിക്കുമല്ലോ. 2-3 ദിവസം കഴിയുമ്പോൾ ഒരു ബനാന ഇട്ട് അങ്ങനെ മാറിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുക. ചെറിയ ചേഞ്ചസൊക്കെ വരുത്തുമ്പോഴാണല്ലോ, ഡെയിലി ഒരേ ടൈപ്പിൽ നമ്മൾ എന്ത് സംഭവം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഇതും ചെറിയ ചേഞ്ചസൊക്കെ വരുത്തും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറയണത് ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ, പക്ക അങ്ങനെയൊന്നുമല്ലേ. അപ്പോൾ അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അബിക്ക് കൊടുക്കും. കാരണം അബി ബെഡിൽ നിന്ന് ആ റൂമിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങില്ല, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ വേറെ സെപ്പറേറ്റ് കഴിക്കാനൊന്നും ഇഷ്ടമില്ല ആ ടൈമിൽ. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കും വേണം, കുറച്ച്, ഒരുപാടൊന്നുമല്ല, എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ഷീണമായതുകൊണ്ട് എനിക്ക് നോമ്പാകുമ്പോൾ ചെറിയൊരു വിഷമമാണ്, ഒന്നും കൂടി ക്ഷീണിച്ച് പോകുമല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി അത്യാവശ്യം കഴിക്കാനൊക്കെ ശ്രമിക്കും. നോമ്പ് തുറന്നു കഴിഞ്ഞാലും ഞാൻ ഗ്യാപ്പിട്ട് എല്ലാം അത്യാവശ്യം കഴിക്കും. എന്നാൽ കുത്തി നിറച്ച് കഴിക്കാനും പറ്റില്ലല്ലോ നോമ്പ് കാലത്ത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിതവിടെ ചെറിയ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അത്താഴം. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യം ഞാൻ കുറച്ച് നീട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുള്ള സെയിം വീഡിയോസൊക്കെ തന്നെ ചെറിയ ചേഞ്ചസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. അത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇനി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ സുഹൂറിനൊക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാറുണ്ട്. ഇപ്രാവശ്യം ഇഷാൻ്റെ എക്സാമാണ്, മൊത്തം നോമ്പ് പകുതി മുക്കാലും എക്സാമാണ്, ഗ്യാപ്പിട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങലൊക്കെ കുറച്ച് കുറവായിരിക്കും ഇപ്രാവശ്യം. അപ്പോൾ എന്നാലും ഇറങ്ങുമ്പോൾ ഒക്കെ നല്ല വീഡിയോസൊക്കെ ഞാൻ സെറ്റാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ എൻ്റെ ഞാൻ ആപ്പിളാണ് ഇന്ന് ചേർത്തിട്ടുള്ളത്. അപ്ഡേറ്റ് ഞാൻ ബനാന ചേർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ അത് എടുത്തപ്പോൾ സ്കിപ്പായി തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറിക്കും വേണം, കുറച്ച് എന്തെങ്കിലും കടിച്ച് കഴിക്കും വേണം. അപ്പം എന്നാലും എനിക്ക് അത്താഴം കഴിച്ചു എന്നുള്ളൊരു ഫീല് വരുള്ളൂ. അപ്പോൾ ഞാൻ അത്താഴത്തിന് എണീക്കുമ്പോൾ തന്നെ ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. എന്നിട്ട് ഇതൊക്കെ അടിച്ച് അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമല്ലോ, എന്നിട്ടാണ് ഞാൻ പിന്നെ ഇത് കഴിക്കാം. അപ്പോൾ ഒരു പൊട്ട ബുൾസയും കൂടി കഴിക്കുന്നുണ്ടോ, അതിൽ ഉപ്പൊന്നും ഇടാതെയാണ് ഞാൻ കഴിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻ്റെ അത്താഴം.
എനിക്ക് വീഡിയോ ചെയ്യാം എന്നാലും ദൈക്ക് സാക്കി നീര് സബ്സ്ക്രൈബ് ചെയ്യാനേക്കാൾ പ്ലീസ് ഗായ്സ് Sarah ഇങ്ങ് വാ. മെല്ലെ മെല്ലെ ആ ആ നീ നോക്കി വാ 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 Sarah? مرة بفور بفور ثيرا مر ابدي 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 चल അങ്ങോട്ട്